ഈ രാജമൗലിയൊക്കെ എന്താണ് കാണിക്കുന്നത്? അദ്ദേഹം ഒരു ബാഹുബലി എടുത്തതിനു ശേഷം പിന്നെ എന്ത് തിരിച്ചുവരവാണ് നടത്തിയത്? അത് അദ്ദേഹത്തെ ബാധിക്കും. പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്കത് ഒരു വർഷം ഇറങ്ങുന്ന പടത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് അൺലിമിറ്റഡ്. അത് മാത്രമല്ല എക്സ്ചേഞ്ച് ചെയ്യുന്നു. തേങ്ങയ്ക്കാണ് ഈ ഓപ്പൺ ഹേമറിന് അവാർഡ് കൊടുത്തത്. നീ എന്തിനാണ് അങ്ങനെ ഒരു അംഗീകാരം കൊടുത്തതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. സീരിയസ്ലി എന്തിനാണ് അങ്ങനെ ഒരു അവാർഡ് കൊടുത്തതെന്ന് എനിക്കും ഒരു പിടുത്തമില്ല. അല്ല, എന്നാലും അത് എന്തിനു കൊടുത്തു? അത് തന്നെ ഓപ്പൺ ഹേമർ ഏത് പടം? നീ ടെലിഗ്രാം അയക്കണേ. നടന്മാരെ കാര്യങ്ങൾ ഇതിന്റെ അപ്പുറം കോമഡി. 100 കോടി ഇല്ലെങ്കിൽ അവനെ നനങ്ങൂല. ടോളിവുഡ്, സാൻഡൽവുഡ്, മോളിവുഡ്, ബോളിവുഡ്, ഹോളിവുഡ്, എന്ത് വുഡ്, ഇത് ഒരു വുഡ് ശരിയല്ല. ആർക്കും ആർട്ടിനോടൊരു സ്നേഹമില്ല. അതൊക്കെ ആ പഴയ പടങ്ങൾ എന്ത് രസമായിരുന്നല്ലേ, പ്രകൃതിപരമായ ആർട്ടൊക്കെ ഉണ്ടാക്കി. എന്റെ കയ്യിലെല്ലാം കിട്ടിയിരുന്ന ഞാൻ അടിച്ച് ഞാൻ കൈ കൊടുത്താനാ. മലയാള ഇൻഡസ്ട്രിയെ എടുത്ത് ഞാൻ മോളി കയറ്റിയാനാ. ഇനി നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ. വേണ്ട, മിണ്ടായി. നീ പറ. നടൻ യദു കൃഷ്ണയ്ക്ക് ഇത്രയും സാലറിയുടെ ആവശ്യമുണ്ടോ? സാലറിയുടെ കാര്യമല്ല, യദു കൃഷ്ണയ്ക്ക് കരിയറിൽ ഒരു ശ്രദ്ധയില്ല.